ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണ് കേട്ടോ. പണ്ടൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുള്ള ഒരു പലഹാരം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ഏത്തപ്പഴം, കുറച്ച് നല്ലോണം പഴുത്തതോ അധികം പഴുക്കാത്തതോ ആയാൽ മതി, ഒരു കുഴപ്പമില്ല. ചെറുതായിട്ട് 4ആയിട്ട് കീറിയിട്ട് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് ആ എണ്ണയിലിട്ട് നെയ്യിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നല്ലോണം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പം പഴം കുറച്ച് വെന്ത് വരണം കേട്ടോ, അതാണ് പാകം. അപ്പോൾ ഇത് നമ്മൾ ഇട്ട കളറെല്ലാം മാറിയിട്ട് ഒരു ഗോൾഡൻ യെല്ലോ കളറായിട്ട് പഴം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര നമ്മൾ പാവ് കാച്ചിയിട്ട് കട്ടിയായിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാകും. പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്ന് അലക്കുന്നവരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ അലുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് തേങ്ങ ചിരണ്ടിയതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു മണത്തിനൊരു ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നില്ല. അല്ലെങ്കിൽ ഒരൽപ്പം വാനില എസൻസോ ഒക്കെ ചേർത്താൽ നല്ല മണം ഉണ്ടാവും, ഒരു വ്യത്യാസമായിട്ടുള്ള ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഈ റെസിപ്പി വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ കുട്ടികൾക്ക് 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ രാവിലെ ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ബായ്.